നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗുരുവമ്മ വെറുതെ ഇത്ര ഏലസ് കൊടുത്തുവിടുവോ? ചിലപ്പോഴേ ആ മോതിരത്തിന്റെ ശക്തി കുറഞ്ഞു കാണും. അങ്ങനെ എനിക്ക് തോന്നുന്നേ. അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ പാടില്ലല്ലോ. ഓ, ഇനി എന്റെ മോളെ അവൾ ഒന്നും ചെയ്യില്ല. ഇപ്പോഴാ ഒരു സമാധാനമായത്. നാത്തൂനൊരു ഏലസ് കെട്ടിക്കോളൂ. ഇതൊന്ന് കെട്ടിത്തരുമോ? നല്ലപോലെ മുറുക്കിക്കും. ഇനിയിപ്പോ എനിക്കും പേടിക്കണ്ട. സത്യം പറഞ്ഞ ഇപ്പോഴാ ഒരു സമാധാനം സ്വസ്ഥതയൊക്കെ കിട്ടിയ. ഇനി ഒരെണ്ണം ദേ ആ നാക്കുലിനും കൂടി കെട്ടിക്കൊടുക്കണം. നാത്തൂനെ ഒരെണ്ണം കെട്ടിക്കും. അതൊക്കെ നന്നായിട്ട് നടക്കും. ഒരു മിനിറ്റ്. എന്നാ ഞാൻ അങ്ങോട്ടിരിക്കാം. എന്താ ആന്റി? ആ കൈയൊന്ന് നീട്ടി തന്നെ. എന്തു പറ്റി ആന്റി? ഒരു ഏലസ് കിട്ടാനാ. ഏലസോ? അതെ, ഗുരുവമ്മ തന്നു വിട്ടതാ. ഗൗരി കല്യാണം തടയാൻ സാധ്യതയുണ്ട്. അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവൾ ഉപദ്രവിക്കും, അതുറപ്പാ. ഇപ്പൊ മോന് ശ്രേയയാ അവളുടെ പ്രധാന ശത്രുക്കള്. എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല ആന്റി. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോൻ ഇത് കെട്ടിയേ പറ്റൂ. ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. ശരി, കഴിഞ്ഞു നേട്ട്. നകുലിന് ഞാൻ ഏലസ് കെട്ടിക്കൊടുത്തു. അതേതായാലും നന്നായി. ഇനി നകുലിന് ഒന്നും സംഭവിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഗൗരി എന്നെ നകുലിനെ ടാർഗറ്റ് ചെയ്യാനാ സാധ്യത. മഹേട്ടനെയോ ഗംഗയോ അവൾ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് മണ്ഡപത്തില് ഗംഗ ഉണ്ടാവണമെന്നും ഒരേ സമയത്ത് തന്നെ 2 വിവാഹവും നടത്തണമെന്നും ഗുരുവമ്മ പറഞ്ഞത്. അതെ, ഗംഗയെ അവള് സഹായിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവൾക്കൊന്നും സംഭവിക്കാൻ ഗൗരി സമ്മതിക്കില്ല. കതിർമണ്ഡപത്തിൽ ഗംഗയുള്ളപ്പോൾ നിങ്ങളും അവിടെ സേഫായിരിക്കും. എങ്കിലും താലികെട്ട് നടത്താതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനല്ലേ അവർ ഈ കതിർമണ്ഡപത്തിന് ചുറ്റും കവചം സ്ഥാപിക്കുന്നത്. കവചം സ്ഥാപിച്ചതുകൊണ്ടോ കവചമുദ്ര ഇട്ടതുകൊണ്ടോ ഈ ഏലസ് കിട്ടിയതുകൊണ്ടോ കാര്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ അമ്മേ. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം എന്തൊക്കെ ചെയ്തതാ. അവസാന നിമിഷം അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയും നമ്മുടെ പ്ലാൻ എല്ലാം പരാജയപ്പെടുകയും ചെയ്യും. ഇത്തവണ അങ്ങനെ സംഭവിക്കില്ലെന്ന് ഗുരുവമ്മ നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവമ്മ പറയുന്നതിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന കളികളാ ഗൗരിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. അതാ എന്റെ ഭയം. എന്തൊക്കെ മുൻകരുതലുകൾ എടുത്താലും എന്റെ ഉള്ളിൽ നല്ല ഭയമുണ്ട് ആന്റി. നമുക്കെതിരെ നിൽക്കുന്നത് ഒരു ദുരാത്മാവാ. എന്തിനും തയ്യാറായി സംഹാര രുദ്രയായി അവൾ അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരിക്കും. ഗംഗയ്ക്ക് നല്ല സങ്കടമുണ്ട്. മുത്തശ്ശിയോട് പറയാത്തതാ. മുത്തശ്ശി വളർത്തിയോണ്ട് മുത്തശ്ശി എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നാ ഗംഗ പറയുന്നത്. മാളു, ഇങ്ങനൊന്നും സംസാരിക്കരുത്.
മുത്തശ്ശിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സാരമില്ല. ശരിയും തെറ്റും മനസ്സിലാക്കാനും ജീവിത സാഹചര്യങ്ങൾ അറിയാനുള്ള പ്രായമൊന്നും മാളൂനായിട്ടില്ല. അവൾക്കിപ്പോ അവളുടെ ഇഷ്ടങ്ങൾ മാത്രമേ അറിയൂ. അത് നടക്കാതെ വന്നാ അവള് വാശി പിടിക്കും, കരയും. ഇതങ്ങനെ ഒരു ഇഷ്ടം മാത്രമാണ്. കുറച്ചു കാലം കഴിയുമ്പോ അവള് നിന്നെ മറക്കും. അവളുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ടോളൂ. ഞാൻ ഗംഗയെ മറക്കൂന്ന് മുത്തശ്ശിയോട് ആരാ പറഞ്ഞത്? എന്റെ അമ്മേനെ മറന്നിട്ടില്ലല്ലോ. ഗംഗേനെ മറക്കൂല. മോളിങ്ങി വാ. എന്റെ മോള് വിഷമിക്കരുത്. ചില കാര്യങ്ങള് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല, തീരുമാനിക്കാനും പറ്റില്ല. അങ്ങനെയാ മോളെ ജീവിതം. എന്റെ അച്ഛനെയും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് എനിക്ക് ധൈര്യം തന്നത് മഹേട്ടനാ. നിനക്ക് സ്വയം മരിക്കാൻ അവകാശമില്ല. ശ്രീ മഹേശ്വരനാണ് നിനക്ക് ജീവൻ നൽകിയത്. നിനക്ക് ആരുമില്ലാതാകുമ്പോ മഹേശ്വരൻ നിന്നെ കാത്തുരക്ഷിച്ചോളൂ. ആ മഹേട്ടന്റെ മോള മാളു. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവും ധൈര്യവും എന്റെ മാളൂനുണ്ട്. ഇല്ല, എനിക്ക് ഒന്നുമില്ല. ഒരു ധൈര്യമില്ല, ഒരു കഴിവുമില്ല. എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. ഗംഗ വെറുതെ ഓരോന്ന് പറയുന്നതാ. എനിക്ക് എന്റെ അമ്മയായിട്ട് ഗംഗ മതി. ഗംഗ എന്തിനാ ഇഷ്ടമല്ലാത്ത കല്യാണം കഴിക്കുന്നേ? മാളു, നിർത്ത്. നീ ഇനിയും ഇത് തന്നെ ഇവിടെ നിന്ന് പറയരുത്. ആരെങ്കിലും ഒക്കെ കേട്ടാ എന്ത് വിചാരിക്കും? പറയും, ഞാൻ ഇങ്ങനെ തന്നെ പറയും. പറയുന്ന അനുസരിക്കു കുട്ടി. നല്ല കുട്ടികൾ അങ്ങനെയല്ലേ? ഞാൻ പറയുന്ന മുത്തശ്ശി അനുസരിക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്ന ഗംഗയെ അനുസരിക്കുന്നില്ല. പിന്നെന്തിനാ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അനുസരിക്കുന്നത്? മാളു വെറുതെ വാശി പിടിക്കണ്ട. ഇത് കുട്ടിക്കളിയല്ല. ഞാൻ പോവാ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഗംഗ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പോവാ. മാളു വേണ്ട, പോലെ വീട്. മാളു. ഏയ് മാളു, ഗംഗേ, അവൾ അപ്പുറത്തേക്ക് പോട്ടെ. നീ ഇവിടെ നിന്നാ മതി. മുത്തശ്ശി അവൾ ഇവിടെ നിന്നോട്ടെ. ഞാൻ പറഞ്ഞ മാളു കേൾക്കും. എല്ലാം കേട്ടെടുത്തോളം മതി. നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞ ഇവിടെ നിന്നോണം. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.